പ്രിയമുള്ളവരെ നമസ്കാരം. നാടും നഗരവും ഇളക്കിമറിച്ച് കാന്തപുരം ഉസ്താദിൻ്റെ കേരള യാത്ര സമാപിച്ചു. ഈ അവസരത്തിൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റൊരു ഉസ്താദ് കൂടിയുണ്ട്, അബ്ദുൽ നാസർ മഅദനി. കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിനു വേണ്ടി ഉറക്കെ പലതും വിളിച്ചു പറഞ്ഞ ഒരു മഹാമനുഷ്യൻ. അദ്ദേഹം ഒപ്പം പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിൻ്റെ പേരിൽ ദളിത് പിന്നോക്ക ഐക്യത്തിനു വേണ്ടിയും അദ്ദേഹം സംസാരിച്ചു. അത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ഇളക്കം സംഭവിക്കുമെന്ന് കരുതി എല്ലാവരും ഒന്നിച്ച് അദ്ദേഹത്തെ ഇരുട്ടറയിലേക്ക് തള്ളി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രിയ സഹോദരൻ്റെ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് കേരള യാത്രയുണ്ട്. അതിപ്പം കാന്തപുരം ഉസ്താദ് തീരുമാനിച്ചാൽ ഇന്ന് കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് കാന്തപുരം ഉസ്താദാണ്. അതെ, അങ്ങനെ അതിനുള്ള ഒരു കഴിവ് കാന്തപുരം, പക്ഷെ അതിനേക്കാൾ പവറിൽ അബ്ദുൽ നാസർ തീർച്ചയായും കടന്നു വരുമായിരുന്നു. അതിന് സംശയമില്ല. ഇത്രയും അധികം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശബ്ദിച്ചു. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ രാജ്യത്തെ അവർണ മക്കൾക്ക് വേണ്ടിയിട്ട്, പീഡിത മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ശക്തമായി ശബ്ദിച്ചു. അന്ന് ആസാമിന്റെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ജബൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും വാരാണസിയുടെയും ഗോഹട്ടയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ ധാരാളം നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ ശക്തമായി ശബ്ദിച്ചു. ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും അദ്ദേഹം എപ്പോഴും പല വേദികളിലും എപ്പോഴും വിശ്വാസികളോട് ഉണർത്തുവാനുള്ള ഒരു ആയത്തുണ്ട്, സത്യവിശ്വാസിക്ക് ഇങ്ങനെ പരീക്ഷണം വന്നുകൊണ്ടേ. സദ്ദാം ഹുസൈന് പകരം വെക്കാൻ ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ അഭിമാനത്തോടു കൂടി എനിക്ക് പറയാൻ കഴിയും, കൊല്ലം ജില്ലയില് മൈനാഗപ്പള്ളിയില് തോട്ടുവാൽ മനസ്സിലിൽ നിശ്ചലനായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്, അബ്ദുൽ സമദ് മാസ്റ്റർ. അദ്ദേഹത്തിന്റെ മകനായ അബ്ദുൽ നാസർ മഅദനി ഉസ്താദാണ്. അദ്ദേഹം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തിരുവനന്തപുരത്ത് ഉയർന്ന റാങ്ക് ലിസ്റ്റിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അബ്ദുൽ നാസർ മഅദനിയുടെ മുഖത്തേക്ക് തോക്കു ചൂണ്ടിയിട്ട് പറയുകയുണ്ടായി, ഇപ്പോ തീർത്തു കളയോ. ആ സമയത്ത് തന്റെ ഇടത്തോടുകൂടി വെക്കടാ വെടിയെന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു മനുഷ്യൻ അബ്ദുൽ നാസർ മഅദനി ഉസ്താദാണ്. പക്ഷെ ഇന്നും ആ മനുഷ്യനെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുക. എന്തിന്റെ പേരിലാണ് എല്ലാവരും എന്ന് പറയാൻ കഴിയില്ലല്ലോ. എല്ലാവരും എന്ന് വെച്ചാൽ ചില ആൾക്കാർ, അതായത് സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും അബ്ദുൽ നാസർ മഅദനിയോട് ശത്രുതയുണ്ട്. അതിന്റെ പേരിൽ മാത്രം. അതിലൊരു കാരണമുണ്ട്. എന്താ പറയുക, എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ഈ കള്ളക്കേസുകളിൽ കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ സ്വാധീനം നമുക്കറിയാം. കേരളം ഇളക്കി മറിച്ചിരുന്ന ഒരു നേതാവായിരുന്നു അദ്ദേഹം. ഒരു പക്ഷേ അതൊക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അതായത് അദ്ദേഹം ഇന്ന് ഒരു കേസിലും പെടാതെ നല്ലപോലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കേരള സംസ്ഥാനം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ട നാവ് മഅദനി ഉസ്താദിന്റേതായിരുന്നു. തീർച്ചയായിട്ടും അത് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ ഇല്ലാതാക്കിയത്. കാന്തപുരം അബൂബക്കർ ഉസ്താദ് നടത്തുന്ന കേരള യാത്രയുണ്ട്. അതിപ്പം കാന്തപുരം ഉസ്താദ് തീരുമാനിച്ചാൽ ഇന്ന് കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കേണ്ടത് കാന്തപുരം ഉസ്താദാണ്. അതെ, അങ്ങനെ അതിനുള്ള ഒരു കഴിവ് കാന്തപുരം, പക്ഷെ അതിനേക്കാൾ പവറിൽ അബ്ദുൽ നാസർ തീർച്ചയായും കടന്നു വരുമായിരുന്നു. അതിന് സംശയമില്ല. ആ സംശയം ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ അവസ്ഥ വന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒതുക്കിയത് അതുകൊണ്ട് തന്നെയാണ്. അതെ, അതിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. തീർച്ചയായിട്ടും അതിനകത്തുള്ളവരുണ്ട്. കാര്യം അന്ന് ഇത്രയും അധികം മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് കൂടുതൽ ശബ്ദിച്ചു. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ രാജ്യത്തെ അവർണ മക്കൾക്ക് വേണ്ടിയിട്ട്, പീഡിത മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ശക്തമായി ശബ്ദിച്ചു. അന്ന് ആസാമിന്റെയും ഗുജറാത്തിന്റെയും ജംഷഡ്പൂരിന്റെയും ജബൽപൂരിന്റെയും അഹമ്മദാബാദിന്റെയും വാരാണസിയുടെയും ഗോഹട്ടയുടെയും അലിഗഡിന്റെയും ഒക്കെ തെരുവോരങ്ങളിൽ ധാരാളം നിരപരാധികളെ കൊന്നൊടുക്കിയപ്പോൾ ശക്തമായി ശബ്ദിച്ചു. 9.5 വർഷം ജയിലിൽ കിടന്നു. നിരപരാധിയായിട്ട് അദ്ദേഹം പുറത്തിറങ്ങി. ഇപ്പോൾ അദ്ദേഹം ജാമ്യത്തിലാണ്. ഇതുവരെയ്ക്കും തെറ്റ് ചെയ്തതായിട്ട് ഒരു തെളിവും ഒരു കോടതിക്കും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇനിയെങ്കിലും ആ മനുഷ്യനെ നമ്മൾ ചേർത്ത് പിടിക്കണം. തീർച്ചയായിട്ടും നമ്മൾ ചേർത്ത് പിടിക്കണം. അദ്ദേഹം ഇന്നും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ അദ്ദേഹത്തെ പ്രതിയായിട്ട് ആരോപിക്കുകയുണ്ടായി. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിൽ അടച്ചു. അന്നും അദ്ദേഹം കുറ്റ ആരോപിതനാണ്. എന്നിട്ട് ഏകദേശം 9.5 വർഷത്തോളം കോയമ്പത്തൂരിന്റെ തടവറയ്ക്കുള്ളിൽ കിടക്കേണ്ടി വന്നിട്ടും ഒരു കടുകുമണി അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് ഒരു കോടതിക്കും തെളിവ് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. കോടതി അവസാനം പറഞ്ഞു നിരപരാധിയാണ്. ആ 9.5 വർഷം അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങള്, നൊമ്പരങ്ങള്, അതിനൊക്കെ ആര് നഷ്ടപരിഹാരം കൊടുക്കും? ശേഷം അദ്ദേഹത്തെ വിട്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയെ വിട്ടോ? അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലും കള്ളക്കേസുകൾ ചുമത്തിയിട്ട് അവരെയും ജയിലിലേക്ക് കൊണ്ടുപോയി.
ശേഷം ബാംഗ്ലൂര് സ്ഫോടന കേസിൽ പ്രതിയാക്കിക്കൊണ്ട് കുറ്റ ആരോപിതനാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ബാംഗ്ലൂര് പരപ്പനാഗ്രഹ ജയിലിൽ അടച്ചു. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം തെറ്റ് ചെയ്തതായിട്ട് ഒരു കോടതിക്കും ഒരു തെളിവും കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല. ഇത്രയും അധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും അദ്ദേഹം എപ്പോഴും പല വേദികളിലും എപ്പോഴും വിശ്വാസികളോട് ഉണർത്തുവാനുള്ള ഒരു ആയത്തുണ്ട്. സത്യവിശ്വാസിക്ക് ഇങ്ങനെ പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. എല്ലാം അള്ളാഹുവിൽ തവക്കുല് ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ നമ്മൾ ചേർത്ത് പിടിക്കണം. ചെയ്യാത്ത തെറ്റിന്റെ പേരിലാണ് ആ മനുഷ്യൻ ഈ ത്യാഗവും ഈ നൊമ്പരവും എല്ലാം അനുഭവിച്ചത്. മുസ്ലിം ഉമ്മത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മനസ്സിലാക്കണം.